ഇന്നത്തെ വ്ളോഗ് എൻഗേജ്മെൻറ്റിൻ്റെ ആട്ടോ. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞിട്ടോ ഗായ്സ്. അപ്പം ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ എൻ്റെ അത്തച്ചിയുടെ പെങ്ങളുടെ മോൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ നടക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. ഒരു വരിയിൽ ഈണം പോലെ നറുതിരിയിൽ നാളം പോലെ ഇഴപിരിയാതെന്നും നമ്മൾ സോണമുഖിലേ നീ അരികെ വരുമോ താരലിപിയാലേ പ്രണയമെഴുതാൻ ദേവകഥ പോ മറയാതെ പതിയെ ഗായ്സ്, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ മഴയൊന്നുമില്ലായിരുന്നു. എറണാകുളമൊക്കെ എത്തിയപ്പോഴാണ് മഴ തൂളി തുടങ്ങിയത്. ഗായ്സ്, ഓഡിറ്റോറിയം എത്താറായിട്ടുണ്ട് കേട്ടോ ഗായ്സ്. പാതിച്ചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളിയെ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ അഴകാലെ വിഭൂഷിതയെ അലിവാലെ അലങ്കൃതയെ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ. ഗായ്സ്, ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ ഗായ്സ്. തിരമാലയായോള് കരയെ കരയാതണയിക്കുന്നൊരാള് കനവിലെ കാടൊന്നിലെ കാരാഗ്രഹ കൂടൊന്നിലെ കിനാപ്പണിക്കായി മരുന്നോള് അതിന്റെ ഒരു പ്രയാണവുമാണ്, അതിന്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. സംബന്ധിച്ച എന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ പ്രതികരിച്ചു വന്ന എല്ലാവർക്കും അതുപോലെ ഞങ്ങൾ സ്വീകരിച്ച പിതാ ഫാത്തിമയുടെ കുടുംബത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ശേഷം സുബൈർ സാഹിബ് ഇവിടെ ചെറിയൊരു ബിരുദം നമ്മളെല്ലാവരും പൂർണ്ണമായും ഗായ്സ്, ഫുഡ് കഴിക്കുവാണ് കേട്ടോ ഗായ്സ്. ചിക്കൻ ബിരിയാണി ആയിരുന്നു, അത് ഐസ്ക്രീം പുട്ടും കഴിച്ചു ഗായ്സ്. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വണ്ടി തിരിച്ചു. ഞങ്ങൾ വീട്ടിൽ പോവാണ് കേട്ടോ ഗായ്സ്. എല്ലാരും ചൊല്ലണതല്ലിവൻ കജ്ജുക്കുള്ളൊരു കാര്യക്കാരൻ മൊഞ്ചാണേലെങ്കി മറിഞ്ഞൊരു മാനത്തമ്പിലി പോലൊരു മാനൻ കടലാണേ നീന്തി കയറിയ പോലെ. ഗായ്സ്, ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നെക്സ്റ്റ് വീഡിയോ കാണാം.